ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് എൻ്റെ മകൻ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിട്ടാണ് പോയി, ഇന്ന് എന്തായാലും ഇത് വെച്ച് തരണം. ഇന്ന് രാവിലെ തന്നെ ചോറ് കൊണ്ടുപോകണില്ല, ഉച്ചയ്ക്ക് അമ്മ വെല്ലതൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് ചോറ് കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് സംഭവം നോക്കാം. അപ്പോൾ നമ്മുടെ മിൽ മേക്കർ വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു മസാലക്കറിയാണ്, ഭയങ്കര ടേസ്റ്റുള്ളൊരു മസാലക്കറിയാണിത് കേട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ മിൽ മേക്കറിനൊക്കെ നല്ല പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകി എന്നിട്ടൊരു 5 മിനിറ്റ് അതിനെ ചൂട് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് പിന്നെ അത് ചൂടൊക്കെ ആറിയ ശേഷം നമ്മൾ നല്ലപോലെ കൈകൊണ്ട് അതിനെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ആ കപ്പിനൊരു കപ്പുണ്ട് കേട്ടോ മിൽ മേക്കർ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മസാല വേണം. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇവിടെ വണ്ടികളുടെ ബഹള. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 കഷ്ണം കൊട്ടത്തേങ്ങയ്ക്ക് പകരം പച്ചത്തേങ്ങ ഉപയോഗിക്കാം. അപ്പോൾ ഒരു 2 സ്പൂണ് മതി. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകമാണ്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 7 മറ്റേ ലവംഗം, ചക്ക ലവങ്കാലു പറഞ്ഞ തെലുങ്കിലാണ് നമ്മൾ പറയില്ല, ഗ്രാമ്പു, സോറി കേട്ടോ, ഗ്രാമ്പു ആണ്. അതിന് ഇവിടെ ലവങ്കാലു എന്ന് പറയും. അപ്പോൾ ഗ്രാമ്പു ആണ്, ഒരു 5-6 ഗ്രാമ്പു. പിന്നെ നമ്മുടെ കറുകാപ്പട്ട ഒരു 3-4 കഷ്ണം. പിന്നെ നമ്മുടെ കസ്കസാണ്, അതായത് ഒരു വെള്ള കുഞ്ഞുകുഞ്ഞിയ സാധനം ഉണ്ടാവില്ല അത്. പിന്നെ ഒരു തക്കാളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് മസാല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൊട്ടത്തേങ്ങയാണെങ്കിൽ ഒരു ഭയങ്കര ടേസ്റ്റാണ് മസാലക്കറിക്ക്. അപ്പോൾ എല്ലാവരും മാക്സിമം കൊട്ടത്തേങ്ങ ഉപയോഗിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ പച്ചത്തേങ്ങ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിക്കൊരു 8 കൊല്ലം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം ഒരു വലിയ ഉള്ളിയും ഒരു പച്ചമുളകുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഉള്ളി 1-2 ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു ഉള്ളിയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഉള്ളിയും ഒരു പച്ചമുളകുമാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഒരുപാട് ഇങ്ങോട്ട് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ സ്പൂണിനകത്താണ് ഞാൻ ചേർക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന മിൽ മേക്കറിനനുസരിച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ടും കുറഞ്ഞിട്ടും വരാം കേട്ടോ. അപ്പോൾ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെയും നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, അതായത് തക്കാളിയും പട്ട ഗ്രാമ്പൂ എല്ലാം കൂടി നമ്മൾ അരച്ചില്ലേ, ആ അരപ്പ് അതിനകത്തേക്ക് ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനകത്തുള്ള വെള്ളം നനവൊക്കെ പോയിട്ട് വരണം, നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടണം അതേ ടേസ്റ്റ് ആയിരിക്കും. അതും നമ്മുടെ മട്ടൻ്റെ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പ്രത്യേക തരം മണവും നല്ല ടേസ്റ്റാണ്. സെയിം നമുക്ക് മട്ടൻ കറി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലപോലെ മസാല നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർക്കണം. അപ്പോൾ ഞാനൊരു 3/4 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ സ്പൂണിനകത്താട്ടോ ഞാൻ എല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഒരു 3/4 സ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കണം. ഇവിടുത്തെ മുളക് പൊടി കളറില്ലെങ്കിലും ഭയങ്കര എരിവാണ്. ചില മുളക് പൊടി കളർ ഉണ്ടാവും, ചിലത് കളറൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒടുക്കത്തെ എരിവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ആക്കിയ ശേഷം നമുക്കിതിനകത്തേക്ക് തൈരാണ് ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് കപ്പിനാണോ സോയാബീൻ എടുത്ത് അതിൻ്റെ പകുതി, അതായത് പകുതി വേണ്ട, ഒരു 1/4 ഭാഗം. ഇപ്പം ഞാൻ 1 കപ്പ് സോയാബീൻ എടുത്തപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എടുത്തോളൂ, അതാണ് കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ പകുതി, അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് 1/2 ഗ്ലാസ്, ആ ഒരു കണക്കിൽ നമ്മുടെ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോൾ നല്ലോണം അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് നമ്മുടെ മിൽ മേക്കറിനെ ചേർക്കാം കേട്ടോ. അപ്പോൾ മിൽ മേക്കറും കൂടെ അങ്ങോട്ട് ചേർത്തു. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇടുന്നതാണ് നിൽക്കണുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ കുറുകി വരുന്നോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ തിളച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പുതിനയിലയും ചേർക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, എന്താ വെച്ചാൽ ചേർക്കാം. ഇവിടെ അപ്പോൾ മല്ലിയില ഇല്ല, നമ്മുടെ വീട്ടിൽ പുതിനയിലയും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മല്ലിയില ഉണ്ടെങ്കിൽ പുതിനയിലയ്ക്ക് പകരം മല്ലിയില ചേർത്തോളൂ, ഇല്ലെങ്കിൽ രണ്ടും ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല മണമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുതിനയിലയും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് തിളച്ചിട്ട് കുറുകട്ടെ കേട്ടോ. അപ്പോഴാണ് ഈ കറിവേപ്പിലയുടെ മണക്ക് ഈ കറിക്കകത്ത് വരുള്ളൂ. ഇപ്പം നല്ല പോലെ ഇങ്ങനെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഓരോരുത്തർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്താ ചെയ്യുക, എപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വന്നാലും എന്തെങ്കിലും ഒന്ന് വന്നുകൊണ്ടിരിക്കും.
ഇപ്പം അങ്ങനെ പഴയ എന്താ പറയുക പേപ്പർ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരിക കേട്ടോ ആൾക്കാർ. ഇങ്ങനെ ഒരു ദിവസത്തിൽ 5-6 പേര് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് റോഡ് സൈഡും കൂടെ വീടായതുകൊണ്ട് എപ്പോഴും ബഹളമായിരിക്കും കേട്ടോ. അപ്പം നല്ല പോലെ തിളച്ച് കുറുകിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽ മേക്കർ കറിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഊണയച്ച് കാണിക്കണതൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം കിച്ചുവിന് ചപ്പാത്തിയും ഇനി മിൽ മേക്കർ കറിയും സ്കൂളിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇത്ര ചപ്പാത്തി. അപ്പോൾ ഇവരെന്നും പാവം രാവിലെ ചോറല്ലേ കൊണ്ടുപോകുക. അപ്പോൾ ഇന്നൊരു ദിവസം എന്നോട് പറഞ്ഞു ഇന്നൊരു ദിവസം മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ സ്കൂൾ അടുത്ത് തന്നെയാണ്. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഇന്ന് ചപ്പാത്തിയും മിൽ മേക്കർ കറിയും കൊടുത്തു. പിന്നെ മോരും ചോറും കൊടുത്തു കേട്ടോ. ഒരു മോരും ചോറും എന്നും കൊണ്ടുപോകും, കാരണം ഇവിടെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ മോരും ചോറും, ഒരു പാത്രത്തിൽ ചപ്പാത്തി, ഒരു പാത്രത്തിൽ കറിയും കൊണ്ട് ഞാൻ കൊണ്ടേ കൊടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽ മേക്കർ കറി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എനിക്കങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഇതൊന്നും അറിയൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, നമ്മളെ കൊണ്ട് വഹിക്കുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയറും കൂടെ ചെയ്തോ കേട്ടോ. അപ്പോൾ എന്തായാലും കാണുമ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ, ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.